ഹായ്, നമസ്കാരം. ഞാനൊരു 7, 8 മണിയാകുമ്പോഴത്തേക്ക് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏഹ്, ഞാൻ ഇതുവരെ കുളിച്ചിട്ടില്ല. നിങ്ങൾ വിചാരിക്കും എന്തേ കുളിക്കാത്തതെന്ന്. അപ്പം നമുക്ക് ഒരു പരസ്യത്തിന്റെ കൊളാബ് ഉണ്ടായിരുന്നു. അപ്പോ അതിന്റെ പകുതി ഞാൻ അവിടുന്നാ ചെയ്തത്, ഹോസ്പിറ്റലിന്ന്. അപ്പം ബാക്കി ചെയ്യുമ്പം കുളിച്ച് കഴിഞ്ഞാ പിന്നെ കണ്ടിന്യൂറ്റി പോവില്ലേ, ഡ്രസ്സ് പോവില്ലേ. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് ആ ഡ്രസ്സ് തന്നെ ചെയ്തതിന് ശേഷം കുളിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും നേരം വെയിറ്റ് ചെയ്തത്. അപ്പൊ ഷൂട്ട് കഴിഞ്ഞു. ഏഹ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എനിക്ക് ഏഹ് ഫോളോവേഴ്സ് ഉള്ളതുകൊണ്ട് കൊളാബൊക്കെ കിട്ടും. പക്ഷെ ഏഹ് എനിക്ക് ഏറ്റവും ആഗ്രഹം ഈ ബ്യൂട്ടി പ്രൊഡക്ട്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ഇങ്ങനെ ഉന്തിത്തള്ളി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമല്ലോ ജീവിതം. അപ്പം ഞാൻ അങ്ങനെ ഇടയ്ക്ക് ഞാൻ മേക്കപ്പ് ഇടുന്ന വീഡിയോ ഒക്കെ ഇടും. അതിന് നെഗറ്റീവ് കമന്റ് ഇടരുത്. എൻ്റെ ജീവിത പ്രാരാബ്ധം കൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കൊളാബ് കിട്ടുക, എന്തെങ്കിലും പരസ്യം കിട്ടുക. അപ്പം അതൊരു നല്ല ലാഭമുള്ളൊരു കാര്യമാണ്. പിന്നെ കൊളാബ് കിട്ടുകയാണെങ്കിൽ ഒരു 3-4 കൊളാബ് ഒക്കെ ഒരു മാസം കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടില്ലേ. അപ്പം ഞാൻ അങ്ങനെ കുറച്ച് ലിപ്സ്റ്റിക്കോ അല്ലെ മേക്കപ്പ് ഇടുമ്പോൾ നിങ്ങൾ വേറൊരു നെഗറ്റീവ് രീതിയിൽ ഞാൻ ആ വീഡിയോ കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ എല്ലാം ഡിലീറ്റ് ചെയ്യും. വേറെ എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ചെയ്യാൻ പറ്റുന്ന സമയത്ത് ഞാൻ ചെയ്യും. ഇപ്പം നിലവിൽ എനിക്കൊന്നും പറ്റില്ല. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എൻ്റെ കണ്ണൊക്കെ ഭയങ്കര ക്ഷീണത്തിലാണ്. ആ ക്ഷീണത്തിൽ തന്നെയാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. ഇപ്പം പെർഫോം ചെയ്തു. കാരണം വേറെ വഴിയില്ലല്ലോ. അവർക്ക് ഇന്നലെ മിനിഞ്ഞാന്നാ ഇന്നലെ എങ്ങാണ്ടാ തന്നത്. അപ്പം ഇന്ന് രാത്രിക്കുള്ളിൽ അങ്ങനെ എഡിറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം അമ്പോട്ടെ ഭയങ്കര കഷ്ടപ്പാടാണ്. വേഗം വന്നിട്ട് ഇനിയിപ്പോൾ രാത്രി കുത്തിയിരുന്നത് എഡിറ്റ് ചെയ്തിട്ട് വേണം അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അവിടുന്ന് ഇവിടെ വേറെയും ഉണ്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു കൊളാബിൻ്റെത്. അന്ന് ഷൂട്ട് ചെയ്താണ്, അത് എഡിറ്റ് ചെയ്യാനുണ്ട്. പിന്നെ അന്ന് ഈ ഒരാഴ്ച ഒരു പ്രൊഡക്റ്റ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, കുറേ സാധനം. അതും ഷൂട്ട് ചെയ്തിട്ടില്ല. അതിനൊന്നും പ്രൊഡക്റ്റ് ഒറ്റൊന്നങ്ങാണ്ട് കുറച്ചെങ്ങാണ്ട് എടുത്തിട്ട് ബാക്കി അങ്ങനെ എടുത്ത് ഒന്നും തൊട്ടിട്ടേ ഇല്ല. അതും ഷൂട്ട് ചെയ്യാനുണ്ട്. തീരെ വയ്യാത്തതുകൊണ്ടാണ് ഷൂട്ട് ചെയ്തത്. എനിക്ക് ഇഷ്ടമാണ് നമ്മളിപ്പം വീട്ടിൽ വയ്യാതിരിക്കുമ്പോഴാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ചെറിയ വർക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കും ഒരു സന്തോഷമല്ലേ. നമ്മൾ കിടന്നാലും എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഫേസ്ബുക്കിൽ നിന്നാണെങ്കിലും വീഡിയോ ഒക്കെ ഇട്ട് അതിൽ നിന്ന് കുറച്ച് വരുമാനം കിട്ടുമ്പോൾ എൻ്റെ ഈ ക്യാൻസർ ജേണിയിൽ എനിക്ക് മരുന്നിന് അതിന് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് വരുമാനമാകുമല്ലോ. അപ്പോൾ ഞാനിനി ചിലപ്പം ബ്യൂട്ടി പ്രൊഡക്റ്റ് എന്തെങ്കിലും ഇഷ്ടംപോലെ ഉണ്ട് ബ്യൂട്ടി പ്രൊഡക്റ്റിൻ്റെ, പിന്നെ എന്താ പറയുക, കൊളാബ്. അപ്പം അതിന് എനിക്ക് പ്രാപ്തിയാണെങ്കിൽ ചിലപ്പോൾ കിട്ടുമല്ലോ. അപ്പം ഞാൻ മേക്കപ്പ് വീഡിയോ ഒക്കെ ഇടും. അപ്പം നിങ്ങളൊന്നും തെറ്റിദ്ധരിക്കരുത്, എന്നെ വിമർശിക്കാൻ വരരുത്. കാരണം ഞാൻ ഈ ഒരു അറ്റംപ്റ്റിന് വേണ്ടി മാത്രമാണ് അത് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ ഞാൻ എല്ലാം ഡിലീറ്റ്. ഇപ്പം ഞാനൊന്നും മേക്കപ്പ് ഇട്ടിട്ടില്ല. ഒരു പൗഡർ ഇട്ടതേ ഉള്ളൂ. പൗഡർ ഇട്ട് കുറച്ച് ലിപ്സ്റ്റിക് ഇട്ട് വരുന്നത്. കാരണം എനിക്ക് വയ്യ, തീരെ വയ്യ. മേക്കപ്പ് ഇടാനോ അത് കളയാനോ ഒന്നും എനിക്ക് വയ്യ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഏതായാലും ഇങ്ങനെ മതി എന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ അതേപോലെ തന്നെയാണ്. അപ്പോൾ ഇടിയെത്തി ഷാഡോക്കൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ അധികം ഇതാക്കാൻ പോയില്ല. അമ്പോട്ട് വന്ന പട്ടീൻ്റെ അടുത്ത് 2 ദിവസം മാറിയെന്ന് പറഞ്ഞു. എന്നാലും അതിനെ നമ്മൾ കണ്ടിട്ട് ഭയങ്കര സന്തോഷമായി. പിന്നെ നമ്മൾ ഭാഷ, കണ്ണൂർ ഭാഷ, കണ്ണൂരിൽ നിന്ന് ജീവിച്ച് പിന്നെ തൃശ്ശൂരും ഒറ്റപ്പാലത്തും അങ്ങനെയൊക്കെ പോയിട്ട് താമസിക്കുന്ന ആൾക്കാർ ഇടയ്ക്ക് തന്നെ നമ്മുടെ ഭാഷ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇടയ്ക്ക് നമ്മൾ കണ്ണൂർ ഭാഷ വീഴുമല്ലോ. സന്തോഷമാണെന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം. പിന്നെ അയ്യോ, മലപ്പുറത്തുള്ള പെരിന്തൽമണ്ണയിൽ നിന്ന് ഒരു ഷീബേജ് എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരെങ്ങനെയല്ലോ വന്ന് ആരും കടത്തി വിടൂല. MBR ഒരുപാട് ആൾക്കാർ കാണാൻ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ വരുന്ന സമയത്ത് താഴ്ന്ന സെക്യൂരിറ്റി പിന്നെ ബ്ലോക്ക് ചെയ്തു. കാരണം ഒന്നാമത് എനിക്ക് ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് ആരെയും അടുപ്പിക്കണ്ട എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുപ്പിക്കേണ്ട മീൻസ് ആരെയും കടത്തി വേണ്ട, അപ്പം പനി മാറുന്നില്ലല്ലോ അതുകൊണ്ട്. അപ്പോൾ എന്താ പറയുക, ഷീബേച്ചി എങ്ങനെയൊക്കെയോ ആണ് അവിടത്തേക്ക് വന്നതെന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞ ലേഖൻ്റെ ഫ്രണ്ടാണെന്ന് പറയും. അപ്പം അവർ ചോദിക്കും ലേഖക്ക് ഷീബ എന്ന് പറയുന്ന ഫ്രണ്ട്. ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ പണി കിട്ടില്ലേ. പക്ഷേ എന്നിട്ട് അവർ പറഞ്ഞു എനിക്ക് ലേഖയെ ഒന്ന് കാണണം, ഞങ്ങൾ അങ്ങനെ ഒരുപാട് നാളായി കാണില്ല. അങ്ങനെ 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 വന്നിട്ടുണ്ട് കുറേ സ്റ്റാഫുകളൊന്നും വന്ന് ഉള്ളിൽ കയറിയില്ല കേട്ടോ. ഞാനവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഡോറിൻ്റെ അടുത്ത് എന്നിട്ട് അവർ സംസാരിച്ചിട്ട് പോയി. പിന്നെ കുറേ പേര് കണ്ടിട്ടുണ്ടായിരുന്നു. അതിലൊരാളെ ശാരിക, ടീച്ചറാണ് ശാരിക. കൂടെ എന്നിട്ട് ഒരു ഫോട്ടോ എടുത്തോട്ടോ എന്ന് ചോദിച്ചു. ഫോട്ടോ എടുത്തു. അത് ഷീബേച്ചി അങ്ങനെ തന്നെ കുറേ ആൾ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഫോട്ടോ കിട്ടില്ല. ഒരു ഫോട്ടോ കിട്ടിയതാണ് ഞാനിപ്പം ഇന്ന് ശാരികയുടേത്. ശാരിക എനിക്ക് വാട്സപ്പിൽ അയച്ചതാണ് ഞാനിപ്പം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആരൊക്കെയോ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് സംസാരിക്കാൻ പറ്റിയവരോട് എല്ലാവരോടും ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരാളെ ഞാൻ മാറ്റി നിർത്തിയോ. പിന്നെ ഇടയ്ക്ക് കെട്ടിപ്പിടിക്കാൻ വരുന്നവരോട് ഞാൻ പറയും എനിക്ക് പനി ആയതുകൊണ്ട് ഇൻഫെക്ഷൻ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ശരീരത്തിൽ തൊടർന്നിട്ട് വേണ്ട, എനിക്ക് ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർക്ക് വിഷമമില്ലാത്ത രീതിയിൽ ഞാൻ പിന്നെ മാറി. എന്നാലും ഞാൻ അവർക്ക് മെല്ലെ കൈ കൊടുത്തു, അവർക്ക് വിഷമാവേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇന്നും ദീപ്തി, രവീന്ദ്രൻ എന്ന് പറഞ്ഞ രവിയേട്ടൻ്റെ മകൾ ദീപ്തി
നമുക്ക് ഊണ് അയച്ചു തന്നിട്ടുണ്ട്. നമ്മൾ അതുകൊണ്ട് കുറച്ച് വൈകി. നമ്മൾ പെട്ടെന്ന് വരാൻ തന്നെയാണ്. പക്ഷേ ദീപ്തി പറഞ്ഞു ഇന്നൊരു ദിവസം കൂടി 2 ദിവസമായി നമുക്ക് മിനിഞ്ഞാന്നും ഇന്നലെയും ഒരു ദിവസം കൂടി ഊണ് തന്നു വിടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. സുഭിക്ഷമായ ഭക്ഷണമായിരുന്നു. അവൾ വയറ് നിറച്ച് കഴിച്ചിട്ടാണ്. പിന്നെ വേറെ ഒന്നും ഞങ്ങൾ ഇവിടുന്ന് കഴിച്ചിട്ടില്ല. പിന്നെ വീട്ടിലെത്തി. വീണ്ടും ദീപ്തിക്കും രവീന്ദ്രേട്ടനും പാലച്ചുവട്ടിൽ ഹോട്ടലിൽ ഒരുപാട് നന്ദി അറിയിക്കുന്നു. MBRൽ ആർക്ക് വേണമെങ്കിലും ഞാൻ രവിയേട്ടൻ്റെ പാലച്ചുവട്ടിൽ ഹോട്ടലിൽ പോയിട്ട് നിങ്ങൾക്ക് ഭക്ഷണങ്ങൾ സൂപ്പറാണ്. അവരുടെ പറമ്പിൽ നിന്ന് ഉണ്ടാക്കിയ കായൊക്കെയാണ് പിന്നെ വറവിനൊക്കെ ആക്കി തരുന്നത്, തോരനാക്കി തരുന്നത്. അത്രയും നല്ല ഫുഡാണ്. അപ്പോൾ ഞാൻ ഉഷാറൊന്നായിട്ടില്ല. കുറച്ച് നേരം ഇങ്ങനെ ഈ പിക്കിളതിൻ്റെ ഒരു ചെറിയ ഉണ്ടാകുമല്ലോ, 2-3 ദിവസം ഉണ്ടാകും വേദന. സാരില്ല എന്നായിരിക്കും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ശരിയാകും. വളരെ സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൂടെ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായി അറിയുന്ന ഹോസ്പിറ്റലിൽ പോയിട്ട് മാത്രം അത് എന്താ പറയുക ഇടയ്ക്ക് മാറ്റണ്ടേ, അതെല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ട് പിന്നെ ഫ്ലഷ് ചെയ്യണം അതിനെല്ലാം വേണ്ടിയിട്ട്. അപ്പം നമ്മൾ വിചാരിച്ചു കണ്ണൂർ BMHൽ പോകാം. 14 ദിവസം കൂടുമ്പോൾ 20 ദിവസം കൂടുമ്പോഴൊക്കെ പോയി ചെയ്യണം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വീട്ടിലെത്തിയതുകൊണ്ട് ഭയങ്കര സന്തോഷം. എൻ്റെ മോള് ഭയങ്കര കുറേ കെട്ടിപ്പിടിച്ചു. ഞാൻ പറഞ്ഞു മോളെ അമ്മ കുളിച്ചിട്ടില്ല, മോളെ അമ്മയെ കെട്ടിപ്പിടിക്കല. എന്നാലും സാരില്ല അമ്മ എന്നിട്ടുള്ള കെട്ടിപ്പിടിച്ചു. 2 ആളും കെട്ടിപ്പിടിച്ചു. കരഞ്ഞിട്ടൊന്നുമില്ല. കണ്ടപ്പോൾ സന്തോഷമാണ് തോന്നി. അതുകൊണ്ട് കരയാൻ തോന്നിയിട്ടൊന്നുമില്ല. അമ്പോട്ട് അമ്മയുണ്ട്, എന്നാലും അടുക്കളയിലേക്ക് പോയിട്ടുണ്ട് എന്തോ കറിയാക്കാൻ വേണ്ടിയിട്ട്. ഷൂട്ട് കഴിഞ്ഞു ഇത് ഷൂട്ട് ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എന്തായാലും ബ്യൂട്ടി പ്രൊഡക്റ്റിൻ്റെ ഞാൻ ചെയ്യും. അപ്പോൾ ദൈവത്തെ ഓർത്തിട്ട് തന്നെ ആരും കുറ്റപ്പെടുത്തരുതേ എന്ന് അപേക്ഷിക്കുന്നു. കാരണം ഏതെങ്കിലും ബ്യൂട്ടി പ്രൊഡക്റ്റിന് എന്തെങ്കിലും ഒരു ആഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഇതാവുമല്ലോ. നല്ല ഇതാണ്, നല്ലത് മാത്രം ചെയ്യാമല്ലോ. എനിക്ക് ബ്യൂട്ടി പ്രൊഡക്റ്റിൻ്റെ ഒന്ന് വന്നിട്ടുണ്ട്, അത് ചെയ്ത് ഇടണം. അത് പിന്നെ ആ ഒരു വീഡിയോ ഞാൻ ചെയ്തിടാം. എന്തായാലും അത് ചെയ്തിടണം. അവരന്നേ പറഞ്ഞിട്ട് ചെയ്തിട്ടേ ഇല്ല. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ അക്കാഡമീൻ്റെ ഒരു വീഡിയോ ഉണ്ട്, അതും ചെയ്യാനുണ്ട്. അത്ര ഷൂട്ട് ചെയ്തൊന്ന് എഡിറ്റ് ചെയ്യാനും സമയം കിട്ടിയിട്ടില്ല അമ്പുവേട്ടന്. അപ്പോൾ എന്നെയും കൊണ്ട് ഇങ്ങനെ ഹോസ്പിറ്റലുകളോളം ഓടിക്കൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് വിളിച്ചന്വേഷിച്ച എല്ലാവർക്കും നാളെ ദീപ്തിയുടെ നമ്മുടെ MBRലെ പാലച്ചുവട്ടിൽ രവീന്ദ്രനാഥൻ നമ്മൾ ദീപ്തിയുടെ തറവാട്ടിൽ എന്തോ ഒരു പൂജയാണ്. അപ്പോൾ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോട്ടയം പത്തനംതിട്ടയിലുള്ള ഒരു ഇത്ത, പേര് മറന്നു, ഒരിത്ത ഭയങ്കര കരച്ചിലായിരുന്നു വിളിച്ചിട്ട്. എന്നിട്ട് മോളെ ഞാൻ എപ്പം ദുബായിരക്കാലും നിനക്ക് വേണ്ടിയിട്ട് എന്ന് വാങ്ങിട്ട് പറഞ്ഞു. ഒരുപാട് അമ്മമാർ, ഒരുപാട് സഹോദരന്മാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവർ ഓരോ ഉത്തര നക്ഷത്രത്തിൽ ഓരോ അമ്പലത്തിൽ നേർന്ന റെസിപ്റ്റ് എനിക്ക് അയച്ചു തരും. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് എല്ലാവരും എന്നെ എൻ്റെ അമ്പുവേട്ടൻ്റെ മക്കളെ ഇത്രമാത്രം സ്നേഹിക്കുന്നതെന്ന്. അറിയില്ല. നിങ്ങളുടെ സ്നേഹം എനിക്ക് അത്രയും പ്രിയപ്പെട്ടതാണ്. നിങ്ങൾ തരുന്ന ഓരോ സ്നേഹവും കരുതലും അതെനിക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. കാരണം ദൈവം ഒരു ഭാഗത്ത് നിന്ന് തന്നെ ഒന്ന് താഴ്ത്തുമ്പോൾ മറുഭാഗത്ത് നിന്ന് തന്നെ പൊന്തിക്കുന്നതെന്ന് പറയില്ലേ, പൊക്കി വെക്കുന്നു. അതുപോലെയാണ്. ഒരുപാട് സങ്കടക്കടലിനിടയിലും നമുക്ക് സന്തോഷിക്കാൻ നിങ്ങളുടെ സ്നേഹം അത് ഭയങ്കരമാണ്. ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും. ഐ ലവ് യു സോ മച്ച്.